മഹാനായ പ്രവാചകന് പടച്ചവനെ സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടല്ലോ. അല്ലാഹുവേ, സക്കരിയ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമാണ്. ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിലെ ഇമാമാണ് സക്കരിയ നബി. ഒരു ദിവസം പള്ളിയുടെ മിഹ്റാബിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോ മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയതാ മിഹ്റാബിന്റെ അകത്ത് താമസിക്കുകയാ. നിസ്കരിക്കാൻ പള്ളിയിൽ പോയതല്ല പെങ്ങള്. അതാ മറിയം ബീബി എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി പള്ളിയിൽ പോയി താമസിക്കുകയാണ്. എങ്ങനാണ് പള്ളിയിൽ പോയതെന്നറിയോ? സക്കരിയതായ മറിയം ബീബിയുടെ ഉമ്മയായ ഹന്നത്തു ബീബി അവിടെന്ന് പടച്ചവരെ ഗർഭിണിയായിരുന്ന സമയത്ത് അവിടെന്ന് ചിന്തിച്ചു, അല്ലാ, വയറ്റിൽ കിടക്കുന്നത് ആൺകുഞ്ഞാ, അല്ലാ, തന്റെ വയറ്റിൽ കിടക്കുന്നത് ആൺകുട്ടിയാണെന്ന് കരുതിയിട്ട് അള്ളാനോട് പറഞ്ഞു, പടച്ചവനെ പള്ളിയിൽ വിട്ടേക്കാ തമ്പുരാന്. പക്ഷേ പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി പോയി. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ ഈസാ നബിയുടെ ഉമ്മയാ. ആ മറിയം ബീവിയെ വാക്കു പാലിക്കണമല്ലോ, നേർച്ച ചെയ്തതാണല്ലോ. കൊണ്ടുപോയി പള്ളിയിൽ വിടുകയാണ്. സക്കരിയ നബിയാണ് വളർത്തുന്നത്. പള്ളിയുടെ മിഹ്റാബിലാണ് താമസിക്കുന്നത്. റബ്ബേ, ആ ചെറിയ പെൺകുട്ടിയുടെ മുമ്പിലേക്ക് സക്കരിയ നബി കടന്നു ചെന്നപ്പോ മറിയം ഇങ്ങനെ പഴം തിന്നുകയാ. എവിടെ നിന്നാണ് പഴം വന്നതെന്നറിയില്ല. സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല, പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴം തിന്നുന്ന ചെറിയ പെൺകുട്ടിയായ മറിയമിനെ കണ്ടപ്പോ സക്കരിയ നബി ചോദിക്കുന്നു, മോളെ മറിയമേ, ഈ പഴം ഞാൻ വാങ്ങിച്ചു തന്നതല്ല. ഈ പഴം ഈ നാട്ടിൽ പോലും കിട്ടാത്ത പഴമാണ്. ഈ രാജ്യത്ത് പോലും ഈ പഴം കിട്ടാറില്ല. ഇത് അസമയത്താണ് ഈ പഴം കിട്ടിയിരിക്കുന്നത്. മറിയമിനോട് ചോദിക്കുന്നു, മോളെ മറിയമേ, ഇതെവിടെ നിന്നാണ് കിട്ടിയത്? ഇതെവിടെ നിന്നാണ് കിട്ടിയത്? നിനക്കാരാണ് ഈ പഴം തന്നത്? മറിയമെന്ന് പറയുന്ന പെൺകുട്ടി ചിരിക്കുന്ന മുഖത്തോടെ പറയുകയാണ്, കാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ, അല്ലാഹു തന്നതാണ്, പടച്ചവൻ തന്നതാണ്. പെങ്ങളെ, തുണ്ണതാ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കണ്ണ് നിറയുകയാണ്, കണ്ണ് നിറയുകയാണ്. അല്ലാഹുവേ, സക്കരിയ നബിയുടെ ചരിത്രം അറിയുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിനക്കറിയോ? 120ഓളം വയസ്സായെന്ന ചരിത്രം പറയുകയാ. പ്രായമായി വിവാഹം കഴിച്ചിട്ട് ഒരുപാട് കൊല്ലമായി. മക്കളില്ലാത്ത നബിയാ. പ്രവാചകന് മക്കളില്ലടോ. സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടായിരുന്നില്ല. പ്രായമായിരുന്നു. 35 അല്ല, 40 അല്ല, 50 അല്ല, 60 അല്ല, 70 അല്ല, 100 വയസ്സ് കഴിഞ്ഞു പെണ്ണ്. സക്കരിയ നബി അലൈഹിസ്സലാം ഒരുപാട് രോഗങ്ങൾ പിടിച്ചിരിക്കുന്ന നബിയാ. അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, ഒരുപാട് കൊല്ലമായി റബ്ബേ, ഒരുപാട് രോഗങ്ങളുണ്ട് റബ്ബേ. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്അല അർ-റഅസു ശൈബാ വലൻ അഖും ബിദുആഇക റബ്ബി ശഖിയാ. അല്ലാഹുവിനോട് സക്കരിയ നബി പറയുകയാ, പ്രായമായല്ലാ, ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ. പടച്ചവരെ, എല്ലുകൾ പൊടിയുന്നു റബ്ബേ, മാംസവും ഇറച്ചിയും എല്ലും തമ്മിൽ വേർതിരിഞ്ഞിരിക്കുന്നു റബ്ബേ. എനിക്ക് പ്രായമായി തമ്പുരാന്, ഒരുപാട് കൊല്ലമായി തമ്പുരാന്, എനിക്ക് മക്കളില്ല തമ്പുരാന്. എന്റെ ഭാര്യയ്ക്ക് പ്രായമായി തമ്പുരാന്, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ് തമ്പുരാന്. വഴുതുകൾ കാമെന്ന പെങ്ങളെ, 92 വയസ്സ് കഴിഞ്ഞുമ്മാ.
സക്കരിയാ നബി അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ വകാനത് ഇംറഅതി ആഖിറാ, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ് റബ്ബേ, നിങ്ങൾ രണ്ടുപേരും പ്രായമുള്ളവരാണ് തമ്പുരാന്, മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ല പടച്ചവര്, ഒരുപാട് തടസ്സങ്ങളുണ്ട് തമ്പുരാന്, എങ്കിലും നാഥാ നിനക്ക് കഴിയും റബ്ബേ, എനിക്കൊരു കുഞ്ഞിനെ തരാൻ, ഈ വയസ്സാങ്കാലത്ത് വൃദ്ധരായ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരാൻ ലോകത്തിന്റെ അധിപനായ അല്ലാ നിനക്ക് കഴിയും റബ്ബേ, എനിക്കൊരു മോനെ വേണമല്ലാ, എനിക്കൊരു മോനെ വേണമല്ലാ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. മക്കളില്ലാത്തവരോട് പറയുകയാ ദുആ ചെയ്യണേ, വിവാഹം കഴിക്കുന്നവരോട് പറയുകയാ ദുആ ചെയ്യണേ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കള് കള്ളുകുടിയന്മാരാവില്ല, അവര് വ്യഭിചരിക്കുന്നവരാകില്ല, ഉമ്മയെ തല്ലിക്കൊല്ലുന്നവരാകൂല. ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കള് നല്ല മക്കളാണോ? സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിക്കുന്നു, എനിക്ക് എത്രാമത്തെ വയസ്സിലെന്നറിയോ? 25കാരനും 20കാരിയുമല്ല, 92 100 വയസ്സും കഴിഞ്ഞ വൃദ്ധരായ ഭാര്യയും ഭർത്താവുമാണ്. സക്കരിയാ നബി പറയുന്നു, വേണമല്ലാ, തരണമല്ലാ, നിനക്ക് കഴിയുമല്ലാ, എനിക്കൊരു പൊന്നുമോനെ വേണമല്ലാ. പെങ്ങളെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ നീ പ്രസവിക്കാൻ പോവുകയാ. ഭാര്യ ചോദിക്കുന്നു, കളിയാക്കുകയാണോ? ഈ വൃദ്ധയായ ഞാൻ പ്രസവിക്കാനോ? പെണ്ണേ നീ പ്രസവിക്കും പെണ്ണേ, അല്ലാഹു നമുക്കൊരു പൊന്നുമോനെ തരികയാണ്. അവന്റെ പേരെന്തെന്നറിയോ? അവന്റെ പേരെന്തെന്നറിയോ? ഗർഭിണിയായില്ല, പ്രസവിച്ചില്ല, പേരല്ലാഹു പറഞ്ഞു കൊടുത്തു പെങ്ങള്. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം, യഹ്യാ എന്ന് പറയുന്ന പൊന്നുമോൻ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ്, ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ്. പടച്ചവനെ ഏതു പ്രായത്തിലാ ദുആ ചെയ്തതെന്നറിയോ? അല്ലാഹു കൊടുത്തില്ലേ? സക്കരിയാ നബിക്ക് യഹ്യാ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ കൊടുത്തില്ലേ? ഇതിനാ ദുആ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം ദുആ ചെയ്യാൻ. ഈ ദുആയ്ക്ക് ഉത്തരമുണ്ട് സഹോദരാ. അതുകൊണ്ട് എല്ലാവരോടും പറയുന്ന ദുആ ചെയ്യാൻ, നല്ല മക്കളെ കിട്ടാൻ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ചവനോട് ദുആ ചെയ്തപ്പോ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മകനെ റബ്ബ് കൊടുത്തില്ലേ? ചരിത്രം കേൾക്കുമ്പോ കൊതിക്കാറില്ലേ? സക്കരിയ, അല്ലാഹുവേ ഇസ്മായിലിനെ പോലെ എന്റെ മകനൊന്നായിരുന്നെങ്കിൽ, ഇസ്മായിലിനെ പോലെ എന്റെ മോനൊന്നായിരുന്നെങ്കിൽ കൊതിക്കാറില്ലേ? ദുആ ചെയ്തിട്ട് കിട്ടിയതല്ലേ? മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. പെങ്ങളെ ആ പൊന്നുമോന്റെ ചരിത്രം അറിയുമോ? കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. പടച്ചവരെ സുജൂദിൽ കിടന്ന് കരഞ്ഞ ആ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ല് കിളിച്ചു എന്ന് ചരിത്രം പറയുകയാ. അല്ലാഹുവിനെ പേടിച്ച മകനാ, അല്ലാഹുവിനെ പേടിച്ച പ്രവാചകനാ. പടച്ചവനെ സക്കരിയാ നബി അലൈഹിസ്സലാം ഒരിക്കൽ നോക്കുമ്പോ തന്റെ പൊന്നുമോനെ കാണാനില്ല, യഹ്യാ നബി അലൈഹിസ്സലാമിനെ കാണാനില്ല. എല്ലാ സ്ഥലങ്ങളും തിരിഞ്ഞു നോക്കി, തന്റെ പൊന്നുമോനെ കാണാതെ വന്നപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ ചെന്ന് പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ വയസ്സാങ്കാലത്ത് നീ എനിക്ക് തന്ന മകനാണ് റബ്ബേ, എനിക്കവനെ വേണമല്ലോ,
എനിക്കവന് വേണമല്ലോ. പടച്ചവനോട് ദുആ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ ഖബർസ്ഥാനിൽ ഒരു കരച്ചിൽ കേൾക്കുന്നു. വാപ്പാ, മയ്യത്ത് ഖബറടക്കുന്ന ഖബർസ്ഥാനിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ആ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന ഒരു ഖബറിനകത്തിരിക്കുകയാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം ഇടിഞ്ഞുപോയ ഒരു ഖബറിനകത്തിരുന്നിട്ട് അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് കരയുകയാണ്. ഉപ്പ ചോദിക്കുന്നു, മോനെ എന്തിനാ മോനെ ഈ ഖബറിനകത്തിറങ്ങിയിരുന്ന് കരയുന്നതെന്ന് ചോദിക്കുമ്പോ യഹ്യാ എന്ന് പറയുന്ന മകൻ പറഞ്ഞു, ഉപ്പാ, അവസാനം വന്നു കിടക്കേണ്ടത് ഇതിനകത്തല്ലേ ഉപ്പാ. പടച്ചവനെ ഭയന്ന് ജീവിച്ച മകനാട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റബ്ബിനോട് ദുആ ചെയ്യട്, അല്ലാഹുവിനോട് ദുആ ചെയ്യട്. പടച്ചവനെ ആര് റബ്ബിനോട് ചോദിച്ചാലും അല്ലാഹു തരുമടോ. മഹാനായ നബിതങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് പടച്ചവര്, ഉമ്മമാര് ഉപ്പമാര് മക്കളെ കൊണ്ടുവന്ന് നബിതങ്ങളുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു. യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോന് വേണ്ടിയൊന്ന് ദുആ ചെയ്യട്. സയ്യിദന്മാരെ കാണുമ്പോ, ആലിമീങ്ങളെ കാണുമ്പോ, പണ്ഡിതന്മാരെ കാണുമ്പോ, ഉസ്താദേ എന്റെ പൊന്നുമോന് വേണ്ടിയൊന്ന് ദുആ ചെയ്യട്, എന്റെ മകന്റെ തലയിലൊന്ന് കൈവക്കട് എന്ന് പറയാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് അതാ ഉമ്മമാര് കൊണ്ടുപോകുമായിരുന്നു. അല്ലാഹുവേ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് ആ ചെറിയ മകനെ നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുചെന്നു. അനസ് ഇബ്നു മാലിക് തങ്ങളുടെ മാതാവ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനെ കൊണ്ടുചെന്നിട്ട്, യാ റസൂലല്ലാഹ്, എന്റെ മകന് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് നബിയേ, എന്റെ മകന് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് അവന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അനസ് ഇബ്നു മാലിക്കിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. മുത്തി നബി അവിടെ നിന്ന് ദുആ ചെയ്തോ. ചോദിച്ചതെന്താണ്? അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം, കുടുംബ ജീവിതത്തിലെ ബറക്കത്ത് ചെയ്യണം. പെങ്ങളെ 103 വയസ്സുവരെ ജീവിച്ചു ഉമ്മ അനസ് ഇബ്നു മാലിക് തങ്ങള് 103 വയസ്സുവരെ ജീവിക്കുകയാ. പടച്ചവനെ, മക്കളും കൊച്ചുമക്കളുമായിട്ട് 106ഓളം മക്കളുണ്ടായിരുന്നു. അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് മക്കളും കൊച്ചുമക്കളുമായിട്ട് 106 പേരുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവോട് ദുആ ചെയ്തോ. നബി തങ്ങൾ പറയുകയാണ്, ഏറ്റവും വലിയ പാപിയാരാ, ഏറ്റവും വലിയ പിശുക്കനാരാ? അവൻ അല്ലാഹുവോട് ദുആ ചെയ്യാൻ മടിക്കുന്നവനാ. അവന് പേടിയാടോ, അവൻ ഇഷ്ടമല്ലടോ. അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് അവൻ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്ന രണ്ടാമത്തെ വാഗ്ദാനം എന്താ? അല്ലാഹു ഖുർആനിലൂടെ നമ്മളോട് ചെയ്യുന്ന രണ്ടാമത്തെ വാഗ്ദാനം, നിനക്കെന്താ വേണ്ടത് എന്നോട് ചോദിക്ക്, ഞാൻ നിനക്ക് ഉത്തരം നൽകാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്താണോ വേണ്ടത് അല്ലാഹുവിനോട് ചോദിക്ക്. ഉമ്മമാരുപ്പമാരൊക്കെ റബ്ബിനോട് ദുആ ചെയ്യും, മക്കളൊക്കെ നന്നാകാൻ. തങ്ങന്മാരെ ഉസ്താദന്മാരെ കാണുമ്പോൾ ഓടിച്ചെന്നിട്ട് പറയും, ഉസ്താദ് എൻ്റെ മോനൊന്നു വേണ്ടി ദുആ ചെയ്യും. ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നടോ, നബിതങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതൊക്കെ ഉസ്താദന്മാർക്ക് പൈസ അടിക്കാനുള്ള പരിപാടിയൊന്നുമല്ല. നബിതങ്ങളുടെ മുമ്പിൽ അനസ് ഇബ്നു മാലിക് തങ്ങളുടെ മാതാവ് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യും. നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ, നല്ല മക്കളെ കുടുംബജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 103 വയസ്സ് വരെ ജീവിച്ചു.
മക്കളും കൊച്ചുമക്കളുമായിട്ട് 106 മക്കളുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യുക. അൽഹംദുലില്ലാ, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. വെള്ളിയാഴ്ച രാവ്, റജബ് മാസം. അൽഹംദുലില്ലാ, അള്ളാഹു വല്ലേ പറഞ്ഞത് ചോദിച്ചാൽ തരാന്ന്. ചോദിക്കാടോ അള്ളാഹിനോട്. എന്താ വേണ്ടത് റബ്ബിനോട് ചോദിക്ക്. ഒരു മടിയും വേണ്ട, ഒരു നാണവും വേണ്ട. എന്തിനാ നാണക്കേടുന്നത്? റബ്ബിനോട്, യജമാനനോട് അടിമകൾ ചോദിക്കുന്നതിന് എന്തിനാ നാണക്കേട്? ചോദിക്ക്. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. ചോദിക്കാൻ റബ്ബിനോട്. ചോദിച്ചൂടെ? അള്ളാഹിനോട് ചോദിക്ക്. പടച്ചോൻ തരാൻ കഴിവുണ്ടല്ലോ. അൽഹംദുലില്ലാ, ചോദിക്ക്. എന്ത് ചോദിച്ചാലും റബ്ബ് തരും. എന്ത് ചോദിച്ചാലും റബ്ബ് തരും. പക്ഷെ ഒരു നിയമമുണ്ട്. ചോദിക്കുന്നവൻ മനസ്സിലാക്കണം, ഞാൻ ചോദിച്ച റബ്ബ് തരുമെന്നുള്ള വിശ്വാസം നിനക്കെങ്കിലും ഉണ്ടാകണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആർക്കുണ്ടാകണം? റബ്ബിനോട് ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന. ആരാ ചോദിക്കണേ? ആരാ ചോദിക്കുന്നത്? ദുആ ചെയ്യുമ്പോൾ അവസ്ഥ അറിയണോ? പള്ളിയിലെ ഉസ്താദ് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്തു. ഇപ്പൊ ഞാനിവിടെ ദുആ ചെയ്യും. എത്ര പേര് ആമീൻ പറയുന്നേ? എടാ, പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഫർള് നിസ്കരിച്ചിട്ട് ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ 5 നേരം നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കോ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ? അപ്പൊ എല്ലാം ഒന്ന് എഴുന്നേറ്റോ? ആ കസേര എടുത്തിട്ട് എൻ്റെ അടുത്തോട്ട് വന്നേ. പൊടി ഇളക്കരുത്, പതുക്കെ വാ. ഇനി അടുത്ത് വാ. ഞാൻ നിർത്താം, പെട്ടെന്ന് കയറിക്കോ. വാ, കഴിഞ്ഞു. ഇനി അടുത്ത് കയറിക്കോ. ഓനിരിക്കട്ടെ, അവൻ്റെ എത്തിയല്ലോ. ബാക്കി ഇങ്ങോട്ട് വാ കാക്ക. കൊറോണ ഒന്നുമില്ല. ഈ മഞ്ഞൊക്കെ കൊള്ളുന്നതിൻ്റെ ചെറിയ ജലദോഷവാ. കൊറോണ ഒന്നുമില്ല, അതൊന്നും വരുത്തൊന്നുമില്ല. വാ, പേടിച്ച് നിൽക്കുക. പടച്ചവനെ, സാമൂഹിക അകലം എത്ര അകലവാപ്പാ? അത്ര അകലമൊന്നും വേണ്ട. പെട്ടെന്നോ നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഇപ്പം 12 മണിക്ക് വിടുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പതുക്കെ അങ്ങ് നാട്ടിൽ സുബഹിക്ക് പള്ളിയിലെത്താം. കയറിയോ? പെട്ടെന്ന്. അൽഹംദുലില്ലാ. എന്താ ആ സൈഡിൽ കൂടി നിൽക്കണത്? ഇങ്ങോട്ട് നിൽക്കണോ? ഇങ്ങോട്ട് എല്ലാത്തിനും ഒന്ന് കാണട്ടെ. കഴിഞ്ഞ കൊല്ലം വന്നിട്ട് പോയതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. അൽഹംദുലില്ലാ. ഇങ്ങോട്ട് കയറി. മതിൽ ചാരി നിൽക്കണ കാക്ക. മതിൽ അവിടെ തന്നെ കാണും, എങ്ങും പോത്തില്ല. നാളെ വന്നാലും മതിൽ അവിടെ ഉണ്ട്. ഇത് ഇന്ന് രാത്രി ഇവിടെ കിട്ടത്തുള്ളൂ. ഇങ്ങോട്ട് കയറി. ഇൻഷാ അല്ലാഹ്. നിങ്ങളെന്താ നിൽക്കണേ? പ്രസിഡന്റാ, സെക്രട്ടറി, ആരാപ്പത്തെ? പപ്രാളം കാണും, ഇരുന്നോ? കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇങ്ങോട്ട് വാ. ആ നിൽക്കണ ചങ്ങായിമാര്, എൻ്റെ പൊന്ന് കാക്കാമാര്, ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ. വല്ല പാമ്പ് ഇറങ്ങി വരും അവിടെ നിന്നൊക്കെ. അറിയത്തില്ല നീ വലിയ മഹാനാ. ഇങ്ങോട്ട് വാ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് റബ്ബിനോട് ചോദിക്കാം. അള്ളാഹിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അള്ളാഹു തരും. ഞാൻ എൻ്റെ അള്ളാഹിനോട് ഇന്ന് വരെ എന്ത് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത് മുഴുവനും അള്ളാഹ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പിന്നെ എന്നാ പേടിക്കാനാ? ധൈര്യമായിട്ട് ഞാൻ അള്ളാഹിനോട് ചോദിക്കും. എന്ത് വേണമെങ്കിലും അള്ളാഹിനോട് ചോദിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചോദിച്ചൂടെ? എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഒരാൾക്കാർ റബ്ബിൻ്റെ മുമ്പിൽ ചോദിക്കുമ്പോൾ അതിന് പബ്ലിസിറ്റി ഒന്നും. നമ്മൾ വലിയ ബിരുദന്മാരാ. പടച്ചവനെ, നമ്മൾ പബ്ലിസിറ്റിയുടെ കാലവാ. നമ്മൾ ആളും തരവൊക്കെ നോക്കും ചോദിക്കുന്നവൻ. അങ്ങനൊന്നും അല്ലടോ. ഇന്ന് പടച്ചവനെ വലിയ കാലവാ. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആ ചെയ്താൽ പറയും വലിയ തങ്ങളാണെന്ന്. അതിലൊന്നും കാര്യമില്ല. എടാ, ഇന്ന് അവിടെ പോയാൽ എല്ലാം നടക്കും. അവിടെ ഒരു ഉസ്താദുണ്ട്, എല്ലാം നടക്കും. അവിടെ ഒരു ഉപ്പാപ്പുണ്ട്, അവിടെ പോയാൽ എല്ലാം നടക്കും. വലിയ ആള്. ഇങ്ങനെ ഇതൊന്നും കാര്യമില്ലടോ. ഇന്ന് പരസ്യം പറയാൻ തന്നെ ആളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പരസ്യത്തിന് തന്നെ ആള്. ഇന്ന് നോക്കിയേ, ആത്മീയമായിട്ട് ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന കാലമല്ലേ? എന്തെല്ലാം ചൂഷണങ്ങൾ നടക്കുന്നു. നിങ്ങളൊക്കെ പൊട്ടന്മാരാ, മനുഷ്യന്മാര്. പോയി പെട്ടുകൊടുക്കുന്ന ഓരോന്ന്. ഇത്തിരി താടിക്കും തഴമ്പും ഉണ്ടാ ചാടി കയറി അങ്ങ് വീഴും. ഒരു പച്ച തട്ടുവിട്ട കഴിഞ്ഞാൽ എല്ലാം ആയിക്കഴിഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ലൈവായി പോയില്ലേ? ഞാൻ പറഞ്ഞേനെ, ലൈവായിപ്പോയി. ഇവന്മാർ എവിടെ നിന്നാ കട്ട് ചെയ്യണേന്ന് അറിയില്ല. അതുകൊണ്ട് എന്താ ഓരോ മനുഷ്യന്മാർ ചിന്തിക്കേണ്ടത്? പറ്റിക്കുന്നടോ. ഏതൊരുത്തൻ്റെ കൂടെ ഇന്ന് ആള് കൂടിയിരിക്കുക. അല്ലാഹു അഅലം. ആ ഉസ്താദ് നല്ലതാ, അയാൾ നല്ലതാ, അയാൾ നല്ലതാ. പരസ്യം കൊടുക്കാൻ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വലിയ മഹാനാന്നൊക്കെ പറയും. മഹാന്മാരാരെന്നറിയോ? എടോ, മഹാന്മാര് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലടോ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും മഹാന്മാര് അവരിങ്ങനെ പറയുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവരാഗ്രഹിക്കുന്നില്ല. അവർക്ക് അള്ളാഹു എന്തെങ്കിലും കറാമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കറാമത്ത് പുറത്തറിയുന്നതിന് അവർ ഭയന്നിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് ഫ്ലെക്സ് അടിച്ചു വെക്കും. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിൻ്റെ കാലത്ത് വലിയെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? പഠിക്കണം നിങ്ങൾ. മരണശേഷം പറയാറുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നതിനേക്കാൾ. ഔലിയാക്കന്മാരൊക്കെ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ പറയാറുണ്ട് അവർ കറാമത്തുള്ളവരാ, അവരുടെ കറാമത്തുകൾ അത് വേറെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. സ്വഹാബത്ത് മുഴുവനും വെള്ളമില്ല, മഴയില്ല. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ?
നിങ്ങളുടെ കാക്ക ഇരിക്കുക, കാക്ക കസേരയില്ലേ? അപ്പം തെങ്ങിനകത്ത് വല്ലതും ഉണ്ടോ? അല്ലാ, കുഴപ്പമില്ല. വീണ് മരിച്ചാലും ഷഹീദിൻ്റെ കൂലിയാണ്. സ്വർഗത്തിലിരുന്ന് മരിക്കണമെങ്കിൽ അതിനൊക്കെ ഭാഗ്യം വേണം. ഒരു ഇല പോലും വീഴത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, സ്വഹാബത്തിന്റെ കാലത്ത് മഴയില്ലാതെ വന്നപ്പോ എല്ലാവരും കൂടെ ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് റബ്ബിനോട് ദുആ ചെയ്തു, പടച്ചവനെ മഴ തരണേ അല്ലാ. സഹാബത്തുണ്ട്, താവീങ്ങളുണ്ട്, ഇല്ലേ? എത്രയോ ആൾക്കാര് ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴ പെയ്തില്ല. അന്ന് രാത്രി ഒരാള് പള്ളിക്കകത്ത് കിടക്കുകയാണ്. ഈ ചരിത്രം പറയുന്ന മഹാൻ, ഞാൻ പേര് മറന്നുപോയി. ആ മഹാൻ ഇങ്ങനെ പള്ളിക്കകത്ത് കിടക്കുക. ഒരാളിങ്ങനെ പള്ളിക്കകത്ത് കിടക്കുന്നു. അയാളിങ്ങനെ ഉറങ്ങുന്നത് പോലെ കിടക്കുക പള്ളിക്കകത്ത്. അപ്പൊ മുടിയൊക്കെ ചുരുണ്ട ഒരു കറുത്ത ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നു. ഒരു കറുത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ പള്ളിക്കകത്ത് കയറി വന്നു. നോക്കിയപ്പോൾ ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്, ഉറങ്ങാന്നാ വിചാരിച്ചേ. ഇദ്ദേഹം നേരെ ഒന്നാമത്തെ സഫിൽ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആ കിടക്കുന്ന ആൾ ഉറങ്ങുവാണോ ഉണർന്നിരിക്കുവാണോ? സത്യത്തിൽ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല, ഉറങ്ങുന്ന പോലെ മിണ്ടാതെ കിടക്കുകയാ. ഈ മനുഷ്യൻ ഒന്നാമത്തെ സഫിൽ ഇരുന്നിട്ട് 2 കൈയും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ഈ കൈ താഴ്ത്തുന്നതിന് മുമ്പ് നീ മഴ തരണം. ആ മനുഷ്യൻ അള്ളാഹിനോട് പറയാ, പടച്ചവനെ, ഞാൻ ഈ ഉയർത്തിയ കൈ ദുആ ചെയ്തിട്ട് താഴ്ത്തുന്നതിന് മുമ്പ് നീ മഴ തന്നിരിക്കണം പടച്ചവനെ. ഈ കിടക്കണ മനുഷ്യൻ ചിന്തിക്കുകയാ, നബിതങ്ങളുടെ സ്വഹാബത്ത് മുഴുവനും ഇത്രയോ ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് ദുആ ചെയ്തിട്ട് മഴ കിട്ടിയില്ല. ഇവൻ ആരാടാ? VVIPയോ? അല്ല പറയാ. ഞാനിങ്ങനെ ചിന്തിച്ചു എൻ്റെ മനസ്സിൽ, ഇവൻ ആരാ? അള്ളാഹിനോട് പറയുന്നു, പടച്ചവനെ, ഞാൻ ഈ കൈ താഴ്ത്തുന്നതിന് മുമ്പ് മഴ തരണം. അയാൾ പറയാ, എനിക്ക് ചിരി വന്നു എന്ന്. മിണ്ടാതെ കിടന്നു. ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ദുആ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ കൈ താഴ്ത്തുന്നതിന് മുമ്പ് മഴ പെയ്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ സുബഹി നമസ്കാരമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ പുറകിൽ പോയി. ഇയാൾ സാധാരണ ആളൊന്നും അല്ലല്ലോ. പടച്ചവനെ ദുആ ചെയ്തിട്ട് മഴ പെയ്യിപ്പിച്ച ഒരാളല്ലേ. അതുകൊണ്ട് പുറകിൽ പോയി വീട് കണ്ടുപിടിക്കാൻ. അങ്ങനെ പുറകെ നടന്ന് വീടിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നീ എന്തിനാ എൻ്റെ പുറകെ വരുന്നേ? നിങ്ങൾ ഇന്നലെ രാത്രി ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. ഇന്നലെ രാത്രി നിങ്ങൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ അള്ളാഹുവിനോട് മഴ തരണമെന്ന് പറഞ്ഞു ദുആ ചെയ്തു. കൈ താഴ്ത്തുന്നതിന് മുമ്പേ മഴ പെയ്തു. നിങ്ങൾ ആരാ? അദ്ദേഹം ഇങ്ങോട്ട് വൈലൻ്റായി. ഞാൻ ദുആ ചെയ്തോ? മഴ കിട്ടാനോ? പൊടാ എന്ന് പറഞ്ഞ് ഓടിച്ചളഞ്ഞു. ദേഷ്യപ്പെട്ട് ഓടാന്ന് പറഞ്ഞ് ഓടിച്ചു. വീടിൻ്റെ അകത്ത് കയറി വാതിലടച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രം പറയുന്ന മനുഷ്യൻ പറയുന്നു, പിന്നെ അദ്ദേഹം പള്ളിയിൽ വന്നിട്ടില്ല. പിന്നെ അദ്ദേഹം നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്നില്ല. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഇദ്ദേഹത്തെ പള്ളിയിൽ കാണുന്നില്ല. ഈ പാവപ്പെട്ട മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ വീട് തെരഞ്ഞു നോക്കുമ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അയൽവാസിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളൊറ്റ മനുഷ്യൻ കാരണം അദ്ദേഹം ഈ നാട് തന്നെ വിട്ടുപോയി. നിങ്ങൾ ഒരാൾ കാരണം അന്ന് നിങ്ങൾ ഇവിടെ വന്ന് എന്തോ പ്രശ്നമുണ്ടാക്കിയില്ലേ? ആ പ്രശ്നമുണ്ടാക്കി നിങ്ങൾ പോയതിൻ്റെ പുറകിൽ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ഈ നാട് തന്നെ വിട്ടുപോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണടോ വലിയ. തൻ്റെ കറാമത്ത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരവിടെ നിൽക്കൂല. അതാണ് വലിയെന്ന് പറഞ്ഞാൽ. നാട്ടുകാർക്കുമ്പോൾ ഇതങ്ങനല്ല ഇന്ന് പറയാൻ 10 പേരെ നിർത്തിയിരിക്കുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി ആളെ നിർത്തിയിരിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊന്നുമല്ല. പറയേണ്ടതുപോലെ അള്ളാഹുവിനോട് പറ. നല്ലവരുണ്ട്, ഇല്ല എന്നല്ല, നല്ലവരൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആര് റബ്ബിനോട് ദുആ ചെയ്താലും ഇഖ്ലാസോട് കൂടിയാണോ ചോദിക്കുന്നത്? നീ ചോദിക്കുന്നത് അല്ലാഹു തരും. നീ അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അത് ഇഖ്ലാസോട് കൂടിയാണ് ചോദിക്കുന്നതിലെങ്കിൽ അള്ളാഹു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ ചോദിക്കണം? ഇഖ്ലാസോട് കൂടി. അള്ളാഹ് മനസ്സിലാണ് നോക്കുന്നത്, ഹൃദയത്തിൽ. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും അഅമാലിക്കും. താടിയിലും സൗന്ദര്യത്തിലും പണത്തിലും വസ്ത്രത്തിലും ഒന്നുമല്ല. അള്ളാഹു നോക്കുന്നവൻ്റെ ഹൃദയത്തിലാണ്. ഉസ്താദ് വെള്ളിയാഴ്ച ജുമാ പ്രസംഗം നടത്തി. ഉസ്താദ് ജനങ്ങളോട് മുഴുവനും പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. നിങ്ങൾ റബ്ബിനോട് എന്ത് വേണമെങ്കിലും ചോദിക്ക്. അള്ളാഹിനോട് ചോദിച്ചാൽ പടച്ചവൻ തരും. ഏത് പ്രതിസന്ധിയിലും തരും. ഉസ്താദ് അള്ളാഹിയെക്കുറിച്ച് ജുമായ്ക്ക് മനോഹരമായ വഅദ് നടത്തി. എല്ലാവരും പിരിഞ്ഞുപോയി. അന്ന് രാത്രിയിൽ ഒരു കള്ളം മോഷ്ടിക്കാനൊരു വീട്ടിൽ കയറി മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീട്ടുകാരുണർന്നു.
നിലവിളിയായി ബഹളമായി. കുടുംബക്കാരും അയൽവാസികളും എല്ലാവരും എഴുന്നേറ്റു. കള്ളൻ ജീവനും കൊണ്ടോടി. നാട്ടുകാർ കള്ളനെ പിടിക്കാൻ പുറകിലോടി. അങ്ങനെ എല്ലാവരും കള്ളനെ വിടുന്നേയില്ല. അവനെ പിടിക്കാൻ വേണ്ടി ജനങ്ങൾ മുഴുവനും ഓടുക. ഇയാൾ ഓടി 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 ഒഴുകുന്ന ഒരു പുഴയുടെ മുമ്പിൽ ചെന്നു. മുമ്പിലാണെങ്കിൽ നല്ല ആഴമുള്ള പുഴ, പുറകിലാണെങ്കിൽ തല്ലിക്കൊല്ലാൻ നാട്ടുകാർ ഓടി വരുന്നു. ഈ കള്ളനപ്പം ജുമാ പ്രസംഗം ഓർമ്മ വന്നു. ഉസ്താദ് എന്താ പറഞ്ഞേ? അള്ളാഹുവിനോട് ഏത് പ്രതിസന്ധിയിലും റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹ് സഹായിക്കും. ഈ മനുഷ്യൻ അവിടെ നിന്നിട്ട് പടച്ചവനോട് പറഞ്ഞു, അള്ളാഹ് ഇത്രയും കാലം ഞാൻ ചെയ്തത് മുഴുവനും തെറ്റാ അള്ളാഹ്, പാവ അള്ളാഹ്, ഇനി ഞാൻ ചെയ്യൂല അള്ളാഹ്. ഇന്ന് ഉസ്താദ് വഅദിന് പറഞ്ഞു, പടച്ചവനെ നിന്നിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് എന്തു ചോദിച്ചാലും നീ തരും. റബ്ബേ, ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാ, എന്നെ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. ഞാൻ നിന്നിൽ പ്രതീക്ഷ വെക്കുന്നു റബ്ബേ, എന്നെ കൈവിടരുത്, ഞാൻ നന്നാകും, ഇനി ഒന്നും ഞാൻ ചെയ്യില്ല, ഇനിയുള്ള കാലം നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും. ഈ മനുഷ്യൻ അത് പറഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. റോഡിൽ കൂടെ നടക്കുന്നത് പോലെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് കള്ളൻ അക്കരയ്ക്ക് പോയി രക്ഷപ്പെട്ടു. കള്ളന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ പള്ളിയിലെ ഖത്തീബിൻ്റെ റൂമിൽ പോയി. ഉസ്താദിനിടയ്ക്ക് പോയിട്ട് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ പറഞ്ഞത് സത്യമാ, അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ് തരും. ഇന്നലെ രാത്രി ഞാൻ മോഷ്ടിക്കാൻ പോയി, ഇങ്ങനൊരു സംഭവമുണ്ടായി. പുഴയുടെ ചാരത്ത് ചെന്നപ്പോൾ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അള്ളാഹിനോട് കരഞ്ഞു ചോദിച്ചിട്ട് വെള്ളത്തിലിറങ്ങിയപ്പോൾ ഞാൻ നടന്നു ഉസ്താദെ വെള്ളത്തിൻ്റെ മുകളിലൂടെ. വളരെ സന്തോഷത്തോട് പറഞ്ഞിട്ട് കള്ളം പോയി. ഉസ്താദിന് അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഉസ്താദിന് ഉറക്കം വരുന്നില്ല. പടച്ചവനെ, ഒരു കള്ളം വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പോയോ? എന്നാൽ പിന്നെ ഞാനും നോക്കാം. നേരെ പുഴയുടെ ചാരത്ത് ചെന്നു. അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ നിന്റെ ഇൽമു പഠിച്ച ആലിമ അള്ളാഹ്, ഒരു കള്ളനെ നീ ഇതിൻ്റെ മുകളിൽ കൂടെ നടത്തി, എന്നെയും നടത്തണേ അള്ളാഹ്. ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദ് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. എന്തേ കാരണം? ആ കള്ളം പറഞ്ഞതിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നു. ഉസ്താദ് ടെസ്റ്റ് അടിച്ച് നോക്കിയതാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ആത്മാർത്ഥമായി ചോദിക്ക്. എന്തു അള്ളാഹ് തരും, വിശ്വാസം വേണം. ഇന്നഈന്തല്ലന്നി അനബി, അള്ളാഹ് പറഞ്ഞില്ലേ, എന്നെക്കുറിച്ച് എൻ്റെ അടിമ എന്ത് കരുതുന്നു ഞാൻ കൊടുക്കും. നാളെ അള്ളാഹു പ്രതീക്ഷയാണ് വേണ്ടത്. നാളെ നരകത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു ഒരുത്തന്റെ നന്മ തിന്മകൾ തൂക്കിയിട്ട് അള്ളാഹ് പറയും, നീ പൊക്കോടാ നരകത്തിന്റെ അവകാശിയാ. ഓന അള്ളാഹു നരകത്തിലോട്ട് പറഞ്ഞു വിടും. ഓനാണെങ്കിൽ കുറച്ചു മുന്നോട്ട് നടക്കും, തിരിഞ്ഞ് അള്ളാഹിനെ നോക്കും. വീണ്ടും മുന്നോട്ട് നടക്കും, വീണ്ടും തിരിഞ്ഞു നോക്കും. വീണ്ടും മുന്നോട്ട് നോക്കും, വീണ്ടും തിരിഞ്ഞു നോക്കും. പോടാ 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 എന്ന് പറയുന്നതിനനുസരിച്ച് ഇവൻ തിരിഞ്ഞിരിഞ്ഞു നോക്കാം. അവസാനം ഈ മനുഷ്യൻ നടന്ന് നടന്ന് മലക്കുകൾ നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയപ്പോ അള്ളാഹ് വിളിച്ചു, ഇങ്ങ വാടാ, ഇങ്ങ വാ, നീ അടുത്ത് വാ. നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞാ പോയാ പോരെ, നീ എന്തിനാടാ പിന്നെയും പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയേ? അള്ളാഹ് ചോദിക്ക, നീ പിന്നെയും പിന്നെ എന്തിനാ നീ തിരിഞ്ഞു നോക്കിയേ? അല്ല പടച്ചവനെ, അള്ളാഹുവേ, നിന്റെ അടിമ കരയുന്നത് നിനക്കിഷ്ടമല്ല. അള്ളാഹ്, ഞാൻ ദുനിയാവിൽ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, നിന്റെ അടിമ കരയുന്നത് നിനക്കിഷ്ടമല്ല. നിന്റെ അടിമയോട് നിനക്ക് വല്ലാത്ത സ്നേഹമാ, നീ കരുണയുള്ളവനാ. പടച്ചവനെ, ഞാൻ ഇങ്ങനെ നിന്റെ മുഖത്തേക്ക് കരഞ്ഞുകൊണ്ട് നോക്കുമ്പോ എൻ്റെ സങ്കടം കണ്ടിട്ട് കേറിപ്പോടാ എന്ന് പറഞ്ഞേക്കുമോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയതല്ല. എങ്ങനെ? എൻ്റെ കണ്ണുനീര് കണ്ടിട്ട്, എൻ്റെ സങ്കടം കണ്ടിട്ട് തിരിച്ചു കയറി സ്വർഗത്തിലേക്ക് പോടാ എന്ന് നീ പറഞ്ഞു വിടുമെന്നുള്ള പ്രതീക്ഷയെ നോക്കിയതാ അല്ലാ. നബിതങ്ങൾ പറയുന്നു, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച ഒറ്റ കാരണം കൊണ്ട് ആ മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് റബ്ബിൻ്റെ മുമ്പിൽ ദുആ ചെയ്യാം. ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യാം. എന്തു വേണമെങ്കിലും ചോദിക്ക്. നമ്മുടെ ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ ചില നന്മകൾ ചെയ്യുന്നത് നല്ലതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുത്തിട്ട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുആ ചെയ്യുന്നതിന് മുമ്പ് സദഖ കൊടുക്കണം. ഖുർആൻ ഓതി, ഖത്തം ഓതി, യാസീൻ ഓതി, നിസ്കരിച്ചു, ഈ സദഖ കൊടുത്തു. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ഉറൂസിന്റെ അവസാന ദിവസമാ, വെള്ളിയാഴ്ച രാവ.
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വേണ്ടത് സ്വർഗമാർക്കാ വേണ്ടത്? സമ്പാദ്യം മുഴുവനും അല്ലാഹു ചോദിക്കുന്നില്ല. പെങ്ങളെ, നീ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ഇപ്പൊ ഇട്ടിട്ടുണ്ട് പെങ്ങള്, മുഴുവനും നീ എടുത്തോ മോളെ. 1 ഗ്രാമിന്റെ ഒരു മോതിരമെങ്കിലും നിനക്ക് ഊരിക്കൊടുക്കാൻ പറ്റുമോ? അല്ലാഹു പറയുന്ന സ്വർഗം തരാ. ഇന്ന് നിങ്ങൾ കൊടുത്താ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പടച്ചവനെ പേര് വിളിച്ചു പറയില്ല, ഫ്ലക്സ് വെക്കില്ല, നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ചു പറയാറില്ല. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? സ്വർഗം തരാമെന്ന് പറയുന്നു വാപ്പാ, സ്വർഗം തരാമെന്ന് പറയുന്നു പെങ്ങളെ. എപ്പോഴാണ് നിനക്കത് സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ്. വബുശിറൂ ബിൽ ജന്നാ. ഇതാണ് വാപ്പാ അല്ലാഹുവിന് കൊടുത്തതിന്റെ പ്രതിഫലം. ഇതാണ് പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി ഒരു ഹാള് പണിതപ്പോ അതിനകത്തേക്ക് സിമന്റ് കൊടുത്തവര്, കമ്പി കൊടുത്തവര്, കല്ല് കൊടുത്തവര്, പടച്ചവരെ ടൈല് വാങ്ങി കൊടുത്തവര്, നീ അധ്വാനിച്ച പണത്തിൽ നിന്ന് ഒരൽപ്പം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഇതാ. വഅബ്ശിറൂ ബിൽ ജന്നാ. സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. കണ്ടിട്ട് മരിക്കുവാപ്പാ, കണ്ടിട്ട് മരിക്കുവാപ്പാ. പെങ്ങളെ, കണ്ടിട്ട് മരിക്കുമോള്. കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കുമോള്. മുഖം പ്രകാശിക്കണ്ടേ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കണ്ടേ, നാട്ടുകാര് കൊതിക്കണ്ടേ, ജനാസ കാണുന്നവര് പറയണ്ടേ മരിച്ചാൽ ഇതുപോലെ മരിക്കണമെന്ന്. മയ്യത്ത് കാണുന്നവര് മുഴുവനും പറയുന്നവര് മരണം വേണോ ഉമ്മ? അല്ലാഹുവേ, നിനക്ക് വേണ്ടിയല്ലേ ചോദിക്കുന്നത്. ഇത് കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം അല്ല തന്നെ പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ, പടച്ച റബ്ബിന് വേണ്ടിയല്ലേ? മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ കഴിയണം പെങ്ങള്. ഇല്ലാതെ വാശി പിടിച്ചിട്ട് കയ്യില് പണമുണ്ടായിട്ട് കൊടുക്കാതെ നടന്നാ ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തെണ്ടുമടാ ചെറുപ്പക്കാരാ. യാചിക്കും പെങ്ങളെ. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഒരൽപ സമയം എനിക്ക് വേണമല്ലാ, ഒരൽപ സെക്കൻഡ് എനിക്ക് വേണമല്ലാ. നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, തൗബ ചെയ്യാനല്ല, പൊരുത്തം ചോദിക്കാനല്ല, യാത്ര പറയാനല്ല. പിന്നെ എന്തിനാ മോനെ, പിന്നെ എന്തിനാ ഉമ്മ ഈ അവസാന സമയത്ത് കിടന്ന് തെണ്ടുന്നതെന്ന് ചോദിക്കുമ്പോ നീ പറയുന്നു നാദാ മക്കളോട് പറയാനാ. ഉമ്മാടെ ശരീരത്ത് കിടക്കുന്ന സ്വർണം മരിച്ചാ പള്ളിക്ക് കൊടുക്കടേ, പാവങ്ങൾക്ക് കൊടുക്കടേ, ഒന്ന് പറയാനാണ് റബ്ബേ. പെണ്ണേ, അലമാരിക്കകത്ത് ഇന്ന് വരെ കൊടുക്കാതെ ഒരുപാട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ മരിക്കാൻ പോവുകയാ, ഒരൽപ്പമെടുത്ത് സദക്ക കൊടുക്കണേ എന്ന് പറയാൻ ഒരു നിമിഷം എനിക്ക് തരണേ അല്ലാ. യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. ലൗലാ ഖർതനി ഇലാ അജലിൻ കരീബ് ഫഅസ്വദ്ദക. എനിക്ക് സദക്ക കൊടുക്കാനാ അല്ലാ, എനിക്ക് സദക്ക കൊടുക്കാനാ അല്ലാ. എന്തിനാ മക്കളെ തെണ്ടുന്നത്? എന്തിനാ പെങ്ങളെ യാചിക്കുന്നത്? നാണം കെടുമടോ. അല്ലാഹു അവസരം തരൂല. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ
അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നാണം കെട്ട് ചാവുമടോ, ഈമാനില്ലാതെ മരിക്കുമടോ. അതുകൊണ്ട് എനിക്ക് വേണ്ടിയല്ല, ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ ഒരാളെയും നിർത്തിയിട്ടില്ല. നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല, എനിക്ക് പ്രതിഫലം മതി. റബ്ബേ, ഈ ചോദിച്ചതിന്റെ പ്രതിഫലം എനിക്ക് തരണേ അല്ലാ.